Welcome all. In this section, we will discuss uniform continuity of a function. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂറ്റിയും യൂണിഫോം കണ്ടിന്യൂറ്റിയും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി നമ്മളെപ്പോഴും ഒരു പോയിന്റിലാണ് പറയുക, എന്നിട്ടാണ് ഡൊമൈനിലേക്ക് നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, പക്ഷേ യൂണിഫോം കണ്ടിന്യൂറ്റി നമുക്കൊരു പോയിന്റിൽ പറയാനായിട്ട് പറ്റില്ല, അത് ഒരു ഡൊമൈനിൽ അല്ലെങ്കിൽ ഒരു സെറ്റിലാണ് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ലെറ്റ് എ സബ്സെറ്റ് ഓഫ് ആർ ആൻഡ് ലെറ്റ് എഫ് ഫ്രം എ ടു ആർ. We say that f is uniformly continuous on A if for each epsilon greater than 0 there exists a delta greater than 0 depending only on epsilon such that for every xy element of A and mod x minus y less than delta then mod f of x minus f of y is less than epsilon. നമ്മുടെ കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് mod x minus y less than delta implies mod f of x minus f of y less than epsilon ആകണം. ഓക്കെ, അതായത് ഫോർ എവറി എപ്സിലോൺ ഒരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റണം സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. പക്ഷേ ഇവിടെ ഡെൽറ്റ ഡിപ്പെൻഡിങ് ഓൺലി ഓൺ എപ്സിലോൺ ആയിട്ടാണ് കിട്ടേണ്ടത്. അങ്ങനെ കിട്ടിയാലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു എപ്സിലോണിൽ തന്നെ പല പോയിൻറ്റ്സിൽ പല ഡെൽറ്റ വരാൻ പാടില്ല. അതായത് ഒരു എപ്സിലോൺ വാല്യൂ നമ്മൾ സെലക്ട് ചെയ്താൽ ഡൊമൈനിലുള്ള ഏത് പോയിൻ്റ് ആയാലും വർക്കാവുന്ന ഈ ഒരു ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ഒരു ഡെൽറ്റയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ കിട്ടിയാലാണ് ഫംഗ്ഷൻ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഡൊമൈനിൽ യൂണിഫോംലി കണ്ടിന്യൂസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു എപ്സിലോണിന് ഒരു ഡെൽറ്റ ഏത് പോയിൻ്റ് ആയാലും വർക്ക് ചെയ്യുന്ന ഒരു ഡെൽറ്റ. പക്ഷേ കണ്ടിന്യൂസ് മാത്രമാണ്, യൂണിഫോം കണ്ടിന്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു എപ്സിലോണിന് തന്നെ പല പോയിൻറ്റ്സിൽ നമുക്ക് പല ഡെൽറ്റയും കിട്ടുക. അപ്പോൾ ഡെൽറ്റ അവിടെ രണ്ടിനും ഡിപ്പെൻഡ് ചെയ്യും, എപ്സിലോണിനും പോയിൻറ്റിനും ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ യൂണിഫോം കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ഡിപ്പെൻഡിങ് ഓൺലി ഓൺ എപ്സിലോൺ. എപ്സിലോൺ എന്താണോ അത് വെച്ച് നമുക്ക് ഡെൽറ്റ എഴുതാൻ പറ്റും. ഓക്കെ, പോയിൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതെ. സോ ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടിന്യൂറ്റി ആൻഡ് യൂണിഫോം കണ്ടിന്യൂറ്റി. ഓക്കെ, നെക്സ്റ്റ് യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ക്ലിയർലി ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷേ കോൺവേഴ്സ് ട്രൂ ആവണമെന്നില്ല. അതായത് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് എല്ലാതും യൂണിഫോംലി കണ്ടിന്യൂസ് ആവണമെന്നില്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ആണ് എടുത്തിട്ടുള്ളത്. ഓൺ ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു ഓപ്പൺ ക്ലോസ്ഡ് 0, 1. ഓക്കെ, ഇനി ഗ്രാഫ് കണ്ടാലും നമുക്ക് ഫംഗ്ഷൻ യൂണിഫോം കണ്ടിന്യൂസ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റീപ്നെസ് ഉള്ള ഗ്രാഫാണെന്നുണ്ടെങ്കിൽ മേ ബി അത് യൂണിഫോംലി കണ്ടിന്യൂസ് അല്ലായിരിക്കും. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ 1/xൻ്റെ ഗ്രാഫ് തന്നെ നമുക്ക് നോക്കാം. അത് നമ്മുടെ ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റിയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നല്ല സ്റ്റീപ്പായിട്ടാണ് അത് വൈ ആക്സിസിൻ്റെ പോസിറ്റീവ് സൈഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ആസ് എക്സ് ടെൻസ് ടു 0 from the right side we can see that the function is increasing upward very fast. അപ്പോൾ നമുക്ക് അവിടെ ഭയങ്കര സ്റ്റീപ്പായിട്ട്, അതായത് എക്സിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ വൈ ആക്സിസിൽ വളരെ വലിയ ചേഞ്ചസ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ യൂണിഫോം കണ്ടിന്യൂറ്റി ഇല്ലയെന്ന് ഗ്രാഫ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് എക്സാമ്പിളിൽ ഓപ്പൺ 0 ഇൻഫിനിറ്റിയിലല്ല, ഓപ്പൺ 0 ക്ലോസ്ഡ് 1ലാണ്. ഓക്കെ, ഇവിടെ ആണെങ്കിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, പക്ഷേ യൂണിഫോം കണ്ടിന്യൂസ് അല്ല എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഫംഗ്ഷൻ്റെ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും കണ്ടിന്യൂസ് ആണ്. കാരണം കൈയിടക്കാതെ വരയ്ക്കാൻ പറ്റുന്ന ഗ്രാഫാണ്, കണ്ടിന്യൂസ് ആണ്, ബ്രേക്കൊന്നും ഇല്ല. ഓക്കെ, പക്ഷേ ഇത് യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്നുള്ളത് എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. സപ്പോസ് ഇഫ് പോസിബിൾ നമ്മൾ എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് അസ്യൂം ചെയ്യും. ഓൺ ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു ഓപ്പൺ ക്ലോസ്ഡ് 0, 1ൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ എല്ലാ എപ്സിലോണിനും ഒരു ഡെൽറ്റ കിട്ടും സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ, അല്ലേ? അപ്പോൾ നമ്മൾ എപ്സിലോൺ 1 ആയിട്ട് ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ എപ്സിലോൺ ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യും, സച്ച് ദാറ്റ് mod x minus y less than delta implies mod f of x minus f of y less than 1. Sorry, less than epsilon. That is mod x minus y less than delta implies mod 1/x minus 1/y less than 1. കാരണം നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1/x ആയതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് അത് വയ്ക്കാം. ഇനി നമ്മുടെ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി പ്രകാരം ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഡെൽറ്റയ്ക്ക് ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു നാച്ചുറൽ നമ്പർ എമ്മിനെ കണ്ടുപിടിക്കാൻ പറ്റും, സച്ച് ദാറ്റ് 1/m ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട്. ആർക്കിമീഡിയൻ പ്രോപ്പർട്ടിയുടെ കൊറോളറീസ് വഴി നമ്മൾ എഴുതിയിട്ടുള്ളതാണിത്. ഓക്കെ, ഇനി നമുക്കിപ്പോൾ കിട്ടിയ എം എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പറാണ്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ രണ്ട് എലമെൻറ്റ്സിൽ എടുക്കാൻ പോകുന്നത്, 1/m-ഉം 1/2m-ഉം. ഈ രണ്ട് എലമെൻറ്റ്സും നമ്മുടെ ഡൊമൈനിലുള്ള പോയിൻറ്റ്സ് ആണ്, ഓപ്പൺ 0 ക്ലോസ്ഡ് 1ലുള്ള പോയിൻറ്റ്സ് ആണ്. ഇനി ഇവർ തമ്മിലുള്ള മോഡുലസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/2m ആണ്, which is clearly less than delta. കാരണം 1/2m is less than 1/m, which is less than delta clearly.
ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ 2 പോയിൻറ്റ്സ് ഉണ്ട് ഡൊമൈനിൽ, സച്ച് ദാറ്റ് അവർ തമ്മിലുള്ള മോഡുലസ് ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 നമുക്ക് അപ്ലിക്കബിൾ ആണ് ഇവിടെ. സോ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് മോഡുലസ് ഓഫ് എഫ് ഓഫ് 1/m മൈനസ് എഫ് ഓഫ് 1/2m ഇസ് ലെസ് ദാൻ 1 എന്നാണ് നമുക്ക് ഇക്വേഷൻ 1 പ്രകാരം കിട്ടേണ്ടത് അല്ലേ. പക്ഷേ നമ്മളത് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ടുള്ളൊരു വാല്യൂ ആണ് കിട്ടുന്നത്. കാരണം എം എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ടാണ് കിട്ടുക. സോ ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ ഫോർ ഇക്വേഷൻ 1. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പോയിൻറ്റ്സിനെ കിട്ടി നമ്മുടെ ഡൊമൈനിൽ നിന്ന്, സച്ച് ദാറ്റ് അവരുടെ മോഡുലസ് ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആയിരുന്നു. പക്ഷേ അവരുടെ ഇമേജസിൻ്റെ മോഡുലസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. സോ നമ്മുടെ ഇക്വേഷൻ 1 അതൊരു കോൺട്രഡിക്ഷൻ ആണ്. സോ അവർ അസംഷൻ ഈസ് റോങ് ആൻഡ് സോ വി ക്യാൻ സേ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ദ ഡൊമൈൻ open 0 closed 1. Okay, so this is the proof. Next we have an example, f of x equal to x square. It is clearly uniformly continuous on the interval closed interval -1 1. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കാം. അത് നമുക്ക് യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കാൻ എല്ലാ എപ്സിലോണിനും ഡെൽറ്റ ഉണ്ടെന്ന് കാണിക്കണം, സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ, ആൻഡ് ഡെൽറ്റ ഡിപ്പെൻഡിങ് ഓൺലി ഓൺ എപ്സിലോൺ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 പോയിൻറ്റ്സ് ചൂസ് ചെയ്തു, ക്ലോസ് ഇൻ്റർവൽ -1 1 എന്ന്, എന്നിട്ട് എപ്സിലോണും ചൂസ് ചെയ്തു. ഓക്കെ, ദെൻ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മോഡ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് വൈ ഇൻറ്റു മോഡ് എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. ഓക്കെ, ബട്ട് മോഡ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ എന്ന് എഴുതാം ബൈ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി, ആൻഡ് ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 + 1 = 2 ഓൺ ക്ലോസ് ഇൻ്റർവൽ -1 1. കാരണം ക്ലോസ് ഇൻ്റർവൽ -1 1 ഏതൊരു പോയിൻറ്റിൻ്റെയും മോഡുലസ് നമ്മൾ കൺസിഡർ ചെയ്താൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ അത് പ്രകാരം നമുക്ക് എന്ത് കിട്ടി, മോഡ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെന്ന് കിട്ടി. ഇത് നമുക്ക് നേരത്തെ കിട്ടിയ ഇതിൽ കൊടുത്തു കഴിയുമ്പോൾ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു മോഡ് എക്സ് മൈനസ് വൈ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ലെസ് ദാൻ എപ്സിലോൺ ആകണം വെനെവർ മോഡ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ. അങ്ങനെ ഒരു ഡെൽറ്റയാണ് നമുക്ക് ആവശ്യം. സോ നമുക്ക് എന്ത് എഴുതാം, മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ലെസ് ദാൻ എപ്സിലോൺ കിട്ടണം എന്നുണ്ടെങ്കിൽ വെനെവർ 2 ഇൻറ്റു മോഡ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ എപ്സിലോൺ ആയാൽ മതി. ദാറ്റ് ഈസ് മോഡ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ epsilon/2 ആയാൽ മതി. അപ്പോൾ നമുക്ക് ഡെൽറ്റ എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് മനസ്സിലായി, epsilon/2 ആയിട്ട് ചൂസ് ചെയ്യണമെന്ന് മനസ്സിലായി. സോ ദിസ് ഡെൽറ്റ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ എപ്സിലോൺ, നോട്ട് ദ പോയിൻറ്റ്സ്. ഓക്കെ, സോ we can write mod x minus y less than delta implies mod f of x minus f of y less than epsilon for every x and y element of closed interval -1 1. Okay, and this delta depending only on epsilon means this function is uniformly continuous on the domain. Okay, so this is the proof of that question. Next we have a theorem. പേരുള്ള തിയറാണ് നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയ. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഇക്വലൻസി പ്രൂവ് ചെയ്യുന്നതാണ്. അതായത് ലെറ്റ് എ സബ്സെറ്റ് ഓഫ് ആർ ആൻഡ് എഫ് ഫ്രം എ ടു ആർ, ദെൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇക്വലൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഫ് ഈസ് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എ. രണ്ടാമത്തത് ദർ എക്സിസ്റ്റ് ആൻ എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഫോർ എവറി ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ദർ ആർ പോയിൻറ്റ്സ് എക്സ് ഡെൽറ്റ യു ഡെൽറ്റ ഇൻ എ സച്ച് ദാറ്റ് മോഡ് എക്സ് ഡെൽറ്റ മൈനസ് യു ഡെൽറ്റ ലെസ് ദാൻ ഡെൽറ്റ ആൻഡ് മോഡ് എഫ് ഓഫ് എക്സ് ഡെൽറ്റ മൈനസ് f of u delta is greater than or equal to epsilon naught. And third one, there exists an epsilon naught greater than 0 and 2 sequences xn and un in A such that limit xn minus un equal to 0 and mod f of xn minus f of un greater than or equal to epsilon naught for every n element of n. അപ്പോൾ ഇതിൻ്റെ ഇക്വലൻസ് ആണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 1 implies 2, 2 implies 3, 3 implies 1 ഈ ഒരു ഇതിലാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം 1 implies 2ൻ്റെ പ്രൂഫ് നോക്കാം. അപ്പോൾ അതിന് 1 സപ്പോസ് ചെയ്യുന്നു, 2 പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 1 എന്ന് പറയുന്നത് എഫ് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ സപ്പോസ് ചെയ്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എഫ് ഈസ് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ എല്ലാ എപ്സിലോണിനും ഒരു ഡെൽറ്റ കിട്ടും ഡിപ്പെൻഡിങ് ഓൺലി ഓൺ എപ്സിലോൺ സാറ്റിസ്ഫൈങ് ദ റിക്വയർഡ് കണ്ടീഷൻ. അപ്പോൾ യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്ന് പറഞ്ഞാൽ ഒരു എപ്സിലോണിനെങ്കിലും നമുക്കിങ്ങനെ ഒരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റാതെ ഉണ്ടെന്ന് പറയാം. ദാറ്റ് ഈസ് ആ എപ്സിലോണിനെ നമ്മൾ എപ്സിലോൺ നോട്ട് എന്ന് പേര് വിളിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദർ എക്സിസ്റ്റ് ആൻ എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ദർ ഈസ് നോ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ മോഡ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ലെസ് ദാൻ എപ്സിലോൺ ഡോട്ട്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഡെൽറ്റയും ഇല്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ
ഈ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്ന രണ്ട് പോയിൻറ്റ്സിന് ഏത് ഡെൽറ്റ എടുത്താലും നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഫോർ എവറി ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ദർ ആർ പോയിൻറ്റ്സ് എക്സ് ഡെൽറ്റ യു ഡെൽറ്റ ഇൻ ദ ഡൊമൈൻ സച്ച് ദാറ്റ് അവർ തമ്മിലുള്ള മോഡുലസ് ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും. പക്ഷേ അവർ തമ്മിലുള്ള അവരുടെ ഇമേജസ് തമ്മിലുള്ള മോഡുലസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ആയിരിക്കും. അപ്പോൾ ആ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്ന രണ്ട് പോയിൻറ്റ്സിനെ നമുക്ക് ഏത് ഡെൽറ്റ എടുത്താലും കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് നമുക്ക് കിട്ടിയത്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് കണ്ടീഷൻ വി വാണ്ട് ടു പ്രൂവ്. ഓക്കെ, അപ്പോൾ 1 implies 2ൻ്റെ പ്രൂഫ് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ 2 implies 3 പ്രൂവ് ചെയ്യാണ്. 2 implies 3ൽ നമ്മൾ ഈ ഒരു കാര്യം സപ്പോസ് ചെയ്യുന്നു. ഒരു എപ്സിലോൺ നോട്ട് ഉണ്ട് സച്ച് ദാറ്റ് അതിന് ഏത് ഡെൽറ്റ എടുത്തു കഴിഞ്ഞാലും എക്സ് ഡെൽറ്റ യു ഡെൽറ്റ എന്ന് പറയുന്ന രണ്ട് പോയിൻറ്റ്സിനെ കിട്ടും. സച്ച് ദാറ്റ് മോഡ് എക്സ് ഡെൽറ്റ മൈനസ് യു ഡെൽറ്റ ലെസ് ദാൻ ഡെൽറ്റ ആണ് ആൻഡ് മോഡ് എഫ് ഓഫ് എക്സ് ഡെൽറ്റ മൈനസ് എഫ് ഓഫ് യു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ആണ് നമ്മൾ സപ്പോസ് ചെയ്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് ഡെൽറ്റ എടുത്താലും ഈ രണ്ട് പേരെ കിട്ടും എന്നല്ലേ പറയുന്നത്. രണ്ട് എക്സ് ഡെൽറ്റ യു ഡെൽറ്റ രണ്ട് പോയിൻറ്റ്സിനെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഡെൽറ്റ 1/n ആയിട്ട് ചൂസ് ചെയ്യാണ് ഫോർ n എലമെൻറ്റ് ഓഫ് n. അപ്പോൾ നമുക്ക് കിട്ടുന്ന പോയിൻറ്റ്സിനെ നമ്മൾ എക്സ് എൻ യു എൻ എന്ന് നെയിം ചെയ്തു. ഓക്കെ, അപ്പോൾ n1 ആകുമ്പോൾ കിട്ടുന്ന പോയിൻറ്റ്സ് ആണ് x1ഉം u1ഉം, n2 ആകുമ്പോൾ കിട്ടുന്ന പോയിൻറ്റ്സ് ആണ് x2ഉം u2ഉം. അങ്ങനെ അപ്പോൾ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് കൂടെ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സീക്വൻസ് എക്സ് എന്നും ഒരു സീക്വൻസ് യു എന്നും ക്യാപിറ്റൽ എയിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സച്ച് ദാറ്റ് അവരുടെ പ്രോപ്പർട്ടി ഉണ്ട്. മോഡ് എക്സ് എൻ മൈനസ് യു എൻ ലെസ് ദാൻ ഡെൽറ്റ 1/n ആണ് ആൻഡ് മോഡ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് യു എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ടുമാണ് ഫോർ എവറി n എലമെൻറ്റ് ഓഫ് n. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഈ സീക്വൻസ് എക്സ് എന്നും യു എന്നും മോഡ് എക്സ് മൈനസ് യു എൻ ലെസ് ദാൻ 1/n എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ബൈ സ്ക്വീസ് തിയറം ലിമിറ്റ് ഓഫ് എക്സ് എൻ മൈനസ് യു എൻ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, കാരണം 1/nഉം 0ലേക്ക് കൺവെർജിങ് ആണ്, -1/nഉം 0ലേക്ക് കൺവെർജിങ് ആണ്. അപ്പോൾ സ്ക്വീസ് തിയറം വഴി ഇത് കിട്ടും. ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലുള്ള നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഓക്കെ, ഇനി ദസ് നമുക്ക് എന്ത് പറയാം, എല്ലാം കൂടെ ചേർത്ത് നമുക്ക് വേണ്ട റിസൾട്ടായി. ദാറ്റ് ഈസ് ദസ് ദർ എക്സിസ്റ്റ് ആൻ എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ടു സീക്വൻസസ് എക്സ് എൻ ആൻഡ് യു എൻ ഇൻ എ സച്ച് ദാറ്റ് ലിമിറ്റ് എക്സ് എൻ മൈനസ് യു എൻ ഈക്വൽ ടു 0 ആൻഡ് മോഡ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് യു എൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട്. ദിസ് ഇസ് ദ കണ്ടീഷൻ നമ്പർ ദിസ് ഇസ് ദ സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 3. അപ്പോൾ 2 implies 3യുടെ പ്രൂഫായി. നെക്സ്റ്റ് 3 implies 1ൻ്റെ പ്രൂഫ്. അതായത് നമ്മൾ ഇത് സപ്പോസ് ചെയ്തു. അതായത് സപ്പോസ് ഒരു എപ്സിലോൺ നോട്ട് ഉണ്ട് ആൻഡ് ടു സീക്വൻസസും ഉണ്ട് എക്സ് എൻ യു എൻ ഇൻ ക്യാപിറ്റൽ എ സച്ച് ദാറ്റ് ലിമിറ്റ് എക്സ് എൻ മൈനസ് യു എൻ 0 ആൻഡ് മോഡ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് യു എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഫോർ എവറി n എലമെൻറ്റ് ഓഫ് n എന്ന് നമ്മൾ സപ്പോസ് ചെയ്തു. പ്രൂവ് ചെയ്യേണ്ടത് എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്നാണ്. ഇഫ് പോസിബിൾ പ്രൂവ് ചെയ്യേണ്ടത് എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്നാണ്. അപ്പോൾ നമ്മൾ ഇഫ് പോസിബിൾ അതിൻ്റെ ഓപ്പോസിറ്റ് അസ്യൂം ചെയ്തു. അതായത് ഇഫ് പോസിബിൾ എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഏത് എപ്സിലോൺ നോട്ട് എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു ഡെൽറ്റയെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു എപ്സിലോൺ നോട്ട് ഉള്ളത് കൊണ്ട് ആ എപ്സിലോൺ നോട്ട് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റയെ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് ഫോർ എനി 2 points എക്സ് ആൻഡ് യു എലമെൻറ്റ് ഓഫ് എ വിത്ത് മോഡ് എക്സ് മൈനസ് യു ലെസ് ദാൻ ഡെൽറ്റ വി ഗെറ്റ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് യു ലെസ് ദാൻ എപ്സിലോൺ നോട്ട്. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ ലിമിറ്റ് എക്സ് എൻ മൈനസ് യു എൻ 0 ആയിട്ട് കയ്യിലിരിപ്പുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? മോഡ് എക്സ് എൻ മൈനസ് യു എൻ ക്യാൻ ബി റിട്ടൺ ആസ് ലെസ് ദാൻ ഡെൽറ്റ ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സം k എന്ന് നമുക്ക് എഴുതാൻ പറ്റും ബൈ ദ കൺവെർജൻസ് ഓഫ് എ സീക്വൻസ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ നേരത്തെ കിട്ടിയ ആ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഇതായിട്ടുണ്ട്. അതായത് മോഡ് എക്സ് മൈനസ് യു ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ ആ ഇക്വേഷൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് മോഡ് എക്സ് എൻ മൈനസ് യു എൻ ലെസ് ദാൻ ഡെൽറ്റ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? by your hypothesis mod f of x n minus f of u n is less than epsilon naught for every n greater than or equal to k എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, പക്ഷേ ഈ ഒരു കാര്യം എഴുതിയിട്ടുള്ളത് നമ്മൾ എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് എന്നുള്ള കാര്യം വെച്ചിട്ടാണ് കേട്ടോ. പക്ഷേ ആക്ച്വലി നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് കണ്ടീഷൻ നമ്പർ സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 3 ആണ്. അതിൽ പക്ഷേ മോഡ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് യു എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഫോർ എവറി n എലമെൻറ്റ് ഓഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു കോൺട്രഡിക്ഷനാണ്. കാരണം ഇവിടെ നമുക്ക് ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ മോഡ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് യു എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ ഫോർ അവർ അസംഷൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമ്മൾ എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് എന്നിടത്തോണ്ടാണ് ഈ ഒരു കോൺട്രഡിക്ഷൻ കിട്ടിയിട്ടുള്ളത്. ദെർഫോർ നമുക്ക് എന്ത് മാറ്റി പറയേണ്ടി വരും? എഫ് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, സോ ദിസ് ഇസ് ദ പ്രൂഫ് ഓഫ് 3 implies 1. So we have proved the equivalency of that 3 statements. Next we have a theorem, uniform continuity theorem.
very important theorem. The theorem says that let I be a closed bounded interval and let f from I to R be continuous on I, then f is uniformly continuous on I. അതായത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലാണെങ്കിൽ, ഓക്കെ, ദാറ്റ് ഈസ് ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എപ്പോഴും യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും എന്നുള്ളതാണ് തിയറം പറയുന്നത്. വളരെ ആപ്ലിക്കേഷൻസ് ഉള്ള തിയറാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൂഫ് നോക്കാം. സപ്പോസ് എഫ് ഫ്രം ഐ ടു ആർ കണ്ടിന്യൂസ് ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ഐ എന്ന് നമ്മൾ എടുത്തു. പ്രൂവ് ചെയ്യേണ്ടത് എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്നാണ്. ഇഫ് പോസിബിൾ എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്ന് നമ്മൾ സപ്പോസ് ചെയ്തു. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ആ 3 കണ്ടീഷൻസും ഇക്വലൻ്റ് ആണല്ലോ. അപ്പോൾ അതിൽ ആദ്യത്തെ കണ്ടീഷനാണ് എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്നുള്ളത്. അപ്പോൾ അത് പ്രകാരം നമുക്ക് അതിലത്തെ 3ാമത്തെ കണ്ടീഷനാണ് നമ്മൾ എഴുതുന്നത്. ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് ആൻ എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് 2 സീക്വൻസസ് എക്സ് ആൻഡ് യു എൻ ഇൻ ഐ such that limit xn minus un is equal to 0 and mod f of xn minus f of un is greater than or equal to epsilon naught for every n element of n എന്ന് എഴുതാം. let it be equation number 1. അപ്പോൾ നമുക്ക് 2 സീക്വൻസ് കിട്ടി, എക്സനും യു എനും കിട്ടി. അതിൽ 2 സീക്വൻസും ബൗണ്ടഡ് ആണ്, കാരണം ഐ ബൗണ്ടഡ് ആണ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ 2 സീക്വൻസും ബൗണ്ടഡ് ആണ്. അപ്പോൾ അതിൽ ആദ്യത്തെ സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്തു എക്സൻ ബൗണ്ടഡ് ആയതുകൊണ്ട് ബൈ ബോൾസാനോ-വെയർസ്ട്രാസ് തിയറം എക്സനിന് ഒരു കൺവേർജൻ്റ് ആയിട്ടുള്ള സബ് സീക്വൻസ് ഉണ്ട് എക്സ് എൻ കെ. അത് കൺവേർജ് ചെയ്യണത് സെഡിലേക്കാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെഡ് ഐയിലുണ്ടായിരിക്കും, കാരണം ഐ ക്ലോസ്ഡ് ആയതുകൊണ്ട് എല്ലാ ലിമിറ്റ് പോയിൻറ്റ്സും ഐയിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എക്സ് എൻ കെ കൺവേർജസ് ടു സെഡ് എന്നും കിട്ടി, സെഡ് എലമെൻറ്റ് ഓഫ് ഐ എന്നും കിട്ടി. ഇനി നമ്മുടെ കയ്യിലുണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ഐയിൽ നിന്ന്. അപ്പോൾ ഐയിലുള്ള എല്ലാ പോയിൻറ്റ്സിനും കണ്ടിന്യൂറ്റി ഉണ്ട്, ദാറ്റ് ഈസ് സെഡിലും കണ്ടിന്യൂറ്റി ഉണ്ട്. സോ ബൈ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ നമുക്ക് എന്ത് എഴുതാം? സീക്വൻസ് എഫ് ഓഫ് എക്സ് എൻ കെ കൺവേർജസ് ടു എഫ് ഓഫ് സെഡ് എന്ന് എഴുതാം. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. ഇനി ഈ പറഞ്ഞ സഫിക്സുകൾ, അതായത് എൻ കെകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ള മറ്റേ സീക്വൻസ് യു എന്നിലത്തെ ആൾക്കാരെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതായത് സീക്വൻസ് യു എൻ കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ യു എൻ കെയുടെ മോഡുലസ് ഡിഫറൻസ് വിത്ത് സെഡ് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. അതായത് മോഡ് യു എൻ കെ മൈനസ് സെഡ്, ദാറ്റ് ഈസ് അവിടെ നമ്മൾ എക്സ് എൻ കെ ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു, എന്നിട്ട് മോഡുലസ് സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് യു എൻ കെ മൈനസ് എക്സ് എൻ കെ പ്ലസ് മോഡ് എക്സ് എൻ കെ മൈനസ് സെഡ് എന്ന് കിട്ടും. ഓക്കെ, ഇനി 2 സൈഡ് നമുക്ക് ലിമിറ്റ് എടുത്ത് കഴിയുമ്പോൾ ലിമിറ്റ് ഓഫ് മോഡ് യു എൻ കെ മൈനസ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് മോഡ് യു എൻ കെ മൈനസ് എക്സ് എൻ കെ വിച്ച് ഈസ് ഈക്വൽ ടു 0 ബൈ യുവർ അസംഷൻ, കാരണം ലിമിറ്റ് എക്സ് എൻ മൈനസ് യു എൻ 0 ആണ് നമ്മുടെ കയ്യിലുണ്ട് ഇക്വേഷൻ നമ്പർ 1. ആൻഡ് പ്ലസ് ലിമിറ്റ് മോഡ് എക്സ് എൻ കെ മൈനസ് സെഡ്, അതും 0 ആണ്, കാരണം എക്സ് എൻ കെ കൺവേർജസ് ടു സെഡ് ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ലിമിറ്റ് മോഡ് യു എൻ കെ മൈനസ് സെഡ് എന്ന് പറയുന്നത് 0 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം യു എൻ കെ എന്ന് പറയുന്ന സീക്വൻസും സെഡിലേക്കാണ് കൺവേർജ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സോ ബൈ കണ്ടിന്യൂറ്റി ഓഫ് എഫ് വി ക്യാൻ സേ ദാറ്റ് സീക്വൻസ് എഫ് ഓഫ് യു എൻ കെ ഓൾസോ കൺവേർജസ് ടു എഫ് ഓഫ് സെഡ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 3. നൗ ലിമിറ്റ് എഫ് ഓഫ് എക്സ് എൻ കെ മൈനസ് എഫ് ഓഫ് യു എൻ കെ ദാറ്റ് ഈസ് ഈക്വൽ ടു, അവിടെ നമ്മൾ എഫ് ഓഫ് സെഡിനെ ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു, ലിമിറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് എൻ കെ എഫ് ഓഫ് സെഡിലേക്ക് പോകുന്നു എന്നും നമ്മൾ കണ്ടു, എഫ് ഓഫ് യു എൻ കെയും എഫ് ഓഫ് സെഡിലേക്ക് പോകുന്നു എന്ന് കണ്ടു. സോ അത് ഇക്വേഷൻ നമ്പർ 2 ഉം 3 ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം നമുക്ക് ദിസ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് മോഡ് എഫ് ഓഫ് എക്സ് എൻ കെ മൈനസ് എഫ് ഓഫ് യു എൻ കെ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ നോട്ട് എന്നത് നമുക്ക് എഴുതാൻ പറ്റും ഫോർ എവറി കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സം ക്യാപിറ്റൽ എം നാച്ചുറൽ നമ്പർ. ഓക്കെ, പക്ഷേ ഇത് നമ്മുടെ ഇക്വേഷൻ 1 കോൺട്രഡിക്ഷനാണ്. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനൊരു കോൺട്രഡിക്ഷനാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ അവർ അസംഷൻ ഈസ് റോങ് ആൻഡ് ദെർഫോർ എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ക്യാപിറ്റൽ ഐ. അപ്പോൾ ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും എന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. Next we have a theorem called Lipschitz condition for uniform continuity. Okay, the statement is let A subset of R and let f from A to R if there exists a constant k greater than 0 such that mod f of x minus f of y is less than or equal to k into mod x minus y for every x comma y element of A, then f is uniformly continuous on capital A.
ഓക്കെ, അതായത് ഈ ഒരു കണ്ടീഷൻ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു മോഡ് എക്സ് മൈനസ് വൈ ഫോർ എവറി എക്സ് ആൻഡ് വൈ എലമെൻറ്റ് ഓഫ് ദ ഡൊമൈൻ. ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്തിട്ട് ഒരു കെ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ്. ഓക്കെ, ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെ പറയുന്ന പേരാണ് ലിപ്ചിറ്റ്സ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ തിയറം പറയുന്നത് ലിപ്ചിറ്റ്സ് ഫംഗ്ഷൻസ് എല്ലാം യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ്. വി വിൽ സീ ദ പ്രൂഫ്, ഇറ്റ് ഈസ് വെരി ക്ലിയർ. അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ എടുത്തു സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ, ചൂസ് എപ്സിലോൺ പോസിറ്റീവ്. അപ്പോൾ ഈ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഡെൽറ്റ എങ്ങനെ ചൂസ് ചെയ്താൽ മതി. എപ്സിലോൺ ബൈ കെ ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, മോഡ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡ് എക്സ് മൈനസ് വൈ ഇസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ കെ ആൻഡ് ദിസ് മീൻസ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഇസ് ലെസ് ദാൻ എപ്സിലോൺ. ഓക്കെ, അതായത് നമുക്ക് വേണ്ട കണ്ടീഷൻ കിട്ടി. ഇവിടെ നമ്മൾ ഡെൽറ്റ എപ്സിലോൺ ബൈ കെ ആയിട്ട് ചൂസ് ചെയ്ത കാരണം ഡെൽറ്റ ഡിപ്പെൻസ് ഓൺലി ഓൺ എപ്സിലോൺ ആണെന്ന് മനസ്സിലാവും. കെ കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, എഫ് ഇവിടെ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് തന്നെയാണ്. അപ്പോൾ ലിപ്ചിറ്റ്സ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ക്ലിയർലി ഫംഗ്ഷൻ ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ്. ഓക്കെ, ഒരു നോട്ടായിട്ട് താഴെ കൊടുത്തിട്ടുള്ളത് ആ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന ഫംഗ്ഷൻസിന് നമ്മൾ ലിപ്ചിറ്റ്സ് ഫംഗ്ഷൻ എന്നാണ് പറയുക. സോ തിയറം സേസ് എവറി ലിപ്ചിറ്റ്സ് ഫംഗ്ഷൻ ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ബട്ട് ദ കോൺവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. അതായത് ഒരു ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആയതുകൊണ്ട് അത് ലിപ്ചിറ്റ്സ് ആവണമെന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ തന്നെയാണ്. ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ നമുക്ക് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അത് കണ്ടിന്യൂസ് ആണ്. ഓഫ് കോഴ്സ് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് ബൈ ദ യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം. കാരണം ക്ലോസ്ഡ് ബൗണ്ടറി ഇൻ്റർവെല്ലുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇറ്റ് ഈസ് ക്ലിയർലി യൂണിഫോംലി കണ്ടിന്യൂസ്. പക്ഷേ ഇത് ലിപ്ചിറ്റ്സ് ഫംഗ്ഷൻ അല്ല. കാരണം നമുക്ക് പ്രൂഫ് നോക്കാം. ഇഫ് പോസിബിൾ നമ്മളത് ലിപ്ചിറ്റ്സ് ആണെന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് ഒരു പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ഉണ്ട് കെ സച്ച് ദാറ്റ് മോഡ് ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു മോഡ് എക്സ് മൈനസ് വൈ ഫോർ എവറി എക്സ് വൈ എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to എന്ന് നമ്മൾ വിചാരിച്ചു. ഓക്കെ, ദാറ്റ് ഈസ് മോഡ് റൂട്ട് എക്സ് മൈനസ് റൂട്ട് വൈ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു മോഡ് എക്സ് മൈനസ് വൈ ഫോർ എവറി എക്സ് വൈ എലമെൻറ്റ് ഓഫ് ദ ഡൊമൈൻ. ഇതൊന്ന് നമുക്ക് കിട്ടാവുന്നതാണ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ലിപ്ചിറ്റ്സ് കണ്ടീഷൻ ആണ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ ഒന്ന് ചെക്ക് ചെയ്യാണ്. റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ നമുക്ക് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/k എന്ന് കിട്ടും ബൈ യൂസിങ് ഇക്വേഷൻ 1. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്കൊരു കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ലിപ്ചിറ്റ്സ് കോൺസ്റ്റൻറ്റ് കെ ഉണ്ടല്ലോ, ആ കോൺസ്റ്റൻറ്റിൽ നമ്മൾ ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു നാച്ചുറൽ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് കെ ലെസ് ദാൻ n. ദാറ്റ് ഈസ് 1/k ഗ്രേറ്റർ ദാൻ 1/n. So now we are considering two elements. X is equal to 1/4n square. ഇപ്പോൾ നമുക്ക് ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി വഴി കിട്ടിയ n ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ എലമെൻറ്റ്സ് എഴുതുന്നത്. 1/4n സ്ക്വയറും 1/16n സ്ക്വയറും ഇവർ രണ്ടുപേരും ലെസ് ദാൻ 1 ആയതുകൊണ്ട് നമ്മുടെ ഡൊമൈനിലുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലോസ് ലെവൽ 0 2ലുള്ള 2 പോയിൻറ്റ്സാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇവർക്ക് റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലെസ് ദാൻ 1/n കിട്ടും. ദാറ്റ് ഈസ് ലെസ് ദാൻ 1/k എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, പക്ഷേ നമ്മൾ ഇക്വേഷൻ 2ൽ എഴുതിയിട്ടുള്ളത് എന്താണ്, റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/k എന്നാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയത് നേരെ ഓപ്പോസിറ്റ് ആണ്. So which is a contradiction to equation 2, and so we can write the function is not a Lipschitz function on the domain closed level 0 to, but it is uniformly continuous. അപ്പോൾ എല്ലാ യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻസും ലിപ്ചിറ്റ്സ് ആവണമെന്നില്ല എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് എ തിയറം. ഇഫ് f from a to r is uniformly continuous on a subset of r, and if xn is a cauchy sequence in a, then sequence f of xn is a cauchy sequence in r. അതായത് ഒരു ഫംഗ്ഷൻ എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഏത് കോഷി സീക്വൻസ് എടുത്താലും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സീക്വൻസ് ഒരു കോഷി സീക്വൻസ് ആയിരിക്കും ആറിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഒരു കോഷി സീക്വൻസിൻ്റെ ഇമേജ് സീക്വൻസ് അണ്ടർ എ യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഗെയിൻ ഒരു കോഷി സീക്വൻസ് തന്നെ ആയിരിക്കും എന്നാണ് തിയറം പറയുന്നത്. പ്രൂഫ് നോക്കാം. സപ്പോസ് നമ്മൾ എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് അസ്യൂം ചെയ്തു ആൻഡ് എക്സ് എന്ന് പറയുന്നത് കോഷി സീക്വൻസ് ആണെന്നും അസ്യൂം ചെയ്തു. ഓക്കെ, ചൂസ് എപ്സിലോൺ പോസിറ്റീവ്. എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് എന്നുള്ള കാര്യത്തിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം, ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ഉണ്ട് സച്ച് ദാറ്റ് കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ആ കണ്ടീഷൻ നമ്മൾ എഴുതി ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നമ്മുടെ കയ്യിൽ എക്സ് എന്ന് പറയുന്ന ഒരു കോഷി സീക്വൻസ് ഉണ്ട്. അപ്പോൾ കോഷി സീക്വൻസിൻ്റെ ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാം. അപ്പോൾ അവിടെ നമ്മൾ എപ്സിലോൺ ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഡെൽറ്റേനെയാണ്. ഓക്കെ, അപ്പോൾ എക്സ് എൻ കോഷി ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, മോഡ് എക്സ് എൻ മൈനസ് എക്സ് എം ലെസ് ദാൻ ഡെൽറ്റ എന്ന് എഴുതാം ഫോർ എവറി എൻ ആൻഡ് എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എപ്സിലോൺ.
എച്ച് ഡെൽറ്റ. അതായത് എപ്സിലോണിന് പകരം നമ്മളിവിടെ ഡെൽറ്റയാണ് യൂസ് ചെയ്യുന്നത്, കാരണം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മോഡ് എക്സ് എൻ മൈനസ് എക്സും ലെസ് ദാൻ ഡെൽറ്റ ആയതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാൻ പറ്റും ഇവർക്ക്. അപ്പോൾ നമുക്ക് മോഡ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് എക്സ് എം ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാം ഫോർ എവരി എൻ ആൻഡ് എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് ഡെൽറ്റ യൂസിങ് ഇക്വേഷൻ 1. ഓക്കെ, ഇപ്പോൾ എഴുതിയതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? സീക്വൻസ് എഫ് ഓഫ് എക്സ് എൻ കോഷി സീക്വൻസ് ആണെന്നാണ് ആറിൽ. ഓക്കെ, സോ ദിസ് ഇസ് ദ പ്രൂഫ് ഓഫ് ദ തിയറം. Next we have one more theorem. The statement is, the name is continuous extension theorem. Very important theorem. Continuous extension theorem says that a function f is uniformly continuous on the interval open interval ab if and only if it can be defined at the endpoints a and b such that the extended function is continuous on closed interval ab. ഓക്കെ, അതായത് ഒരു ഫംഗ്ഷൻ ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് നമ്മൾ കണ്ടു യൂണിഫോം കണ്ടിന്യൂറ്റി തിയറത്തിൽ. ഇവിടെ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഒരു ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആവാനുള്ള ഒരു തിയറാണിത്. ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ എഫിന് യൂണിഫോംലി കണ്ടിന്യൂസ് ആവണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടായാൽ മതി? ആ എൻ പോയിൻറ്റ്സിലും കൂടെ ഈ ഫംഗ്ഷന് നമുക്ക് ഡിഫൈൻ ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എക്സ്റ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ഈ പറഞ്ഞ എഫിന് ക്ലോസ് ഇൻ്റർവെൽ എ ബിയിലേക്ക് ഒരു കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ദി ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്ന് പറയാം. കോൺവേഴ്സിൽ തിരിച്ചു. ഓക്കെ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൂഫ് നോക്കാം. ആദ്യം നമ്മൾ ഒരു ഭാഗം സപ്പോസ് ചെയ്തു. സപ്പോസ് എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. അങ്ങനെയാണെങ്കിൽ ഫോർ എനി എപ്സിലോൺ ദർ ഇസ് എ ഡെൽറ്റ സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. Now we have A is a limit point of open interval AB. ശരിയല്ലേ? ഓപ്പൺ ഇൻ്റർവെൽ എ ബിയുടെ ലിമിറ്റ് പോയിൻ്റ് ആണ് എയും ബിയും, അതുപോലെ അവരുടെ ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ലിമിറ്റ് പോയിൻ്റ് ആണ്. സോ എ എന്ന് പറയുന്ന ലിമിറ്റ് പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ ലിമിറ്റ് പോയിൻ്റ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഒരു സീക്വൻസ് അവിടെ ഉണ്ട് എയിലേക്ക് കൺവേർജ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ദർ എക്സിസ്റ്റ് എ സീക്വൻസ് എക്സ് എൻ ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി സച്ച് ദാറ്റ് എക്സ് എൻ കൺവേർജസ് ടു എ എന്ന് എഴുതാം. അപ്പോൾ കൺവേർജിങ് സീക്വൻസ് ആണ് എക്സ് എൻ എന്ന് പറയുന്നത്. സോ എക്സ് എൻ ഇസ് എ കോഷി സീക്വൻസ്, കാരണം കൺവേർജൻസ് സീക്വൻസ് എല്ലാം കോഷി സീക്വൻസ് ആയതുകൊണ്ട്. അപ്പോൾ എക്സ് എൻ ഇപ്പോൾ നമ്മുടെ കയ്യിൽ കോഷി സീക്വൻസ് ആണ്. എഫ് എന്ന് പറയുന്നത് യൂണിഫോം കണ്ടിന്യൂസ് ആണ്. സോ ബൈ ദ തിയറം എബവ് വി ക്യാൻ സേ ദാറ്റ് സീക്വൻസ് എഫ് ഓഫ് എക്സ് എൻ ഇസ് എ കോഷി സീക്വൻസ് ഇൻ ആർ. അപ്പോൾ ആറിലുള്ള കോഷി സീക്വൻസ് എല്ലാം ആറിൽ കൺവേർജൻ്റ് ആണ് നമുക്കറിയാം. തിരിച്ചും ആറിൽ കൺവേർജൻസും കോഷിയും രണ്ടും ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജൻ്റ് ആണ് ആറിൽ എന്ന് എഴുതാൻ പറ്റും. സോ അതിൻ്റെ ലിമിറ്റ് നമ്മൾ എല്ലായിട്ട് എടുക്കുന്നു ആറിൽ. ഓക്കെ, ദാറ്റ് ഈസ് ലിമിറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എല്ലായിട്ട് നമ്മൾ സപ്പോസ് ചെയ്തു. ഇതിപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എക്സ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് വെച്ചിട്ട് നമ്മൾ എഴുതി ഉണ്ടാക്കിയതാണ് ലിമിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എല്ലായിട്ട്. ഇനി നമ്മൾ വേറെ ഏതൊരു സീക്വൻസ് യു എൻ എന്ന് പറയുന്ന ഏതൊരു സീക്വൻസ് എയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കൺസിഡർ ചെയ്താലും അതിൻ്റെ ലിമിറ്റും ലിമിറ്റ് എഫ് ഓഫ് യു എന്നും എൽ തന്നെ ആയിരിക്കും എന്നാണ് കാണിക്കാൻ പോകുന്നത്. അതായത് എയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഏത് സീക്വൻസ് കിട്ടിയാലും ആ സീക്വൻസിൻ്റെ ലിമിറ്റ് എഫ് ഓഫ് എടുത്തു കഴിഞ്ഞാൽ എൽ തന്നെ ആയിരിക്കും എന്നാണ് നമ്മളിത് പറയാൻ പോകുന്നത്. അതിനുവേണ്ടി യു എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് എടുത്തു ക്ലോസ് ഇൻ്റർവെൽ ഓപ്പൺ ഇൻ്റർവെൽ എ ബിന്ന് എയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിട്ട്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് യു എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് യു എൻ മൈനസ് ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു 0 ആണ്. ക്ലിയർലി 0 ആണ്. ഓക്കെ, അതിൻ്റെ അർത്ഥം നമുക്ക് മോഡ് യു എൻ മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഡെൽറ്റ എന്ന് എഴുതാം ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സം കെ. This implies mod f of un minus f of xn is less than epsilon for every n greater than or equal to k എന്ന് എഴുതാം using equation 1. This means that limit f of un minus f of xn is equal to 0. Okay. Then limit f of un നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ മൈനസ് എഫ് ഓഫ് എക്സ് നമ്മൾ ആഡ് ചെയ്ത് എഫ് ഓഫ് എക്സ് നമ്മൾ മൈനസ് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞ് ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ലിമിറ്റ് എഫ് ഓഫ് യു എൻ മൈനസ് എഫ് ഓഫ് എക്സ് എന്നും കിട്ടും, പ്ലസ് ലിമിറ്റ് എഫ് ഓഫ് എക്സ് എന്നും കിട്ടും. ഇത് രണ്ടും നമുക്കറിയാം. ലിമിറ്റ് എഫ് ഓഫ് യു എൻ മൈനസ് എഫ് ഓഫ് എക്സ് എൻ 0 ആണെന്ന് നമ്മളിപ്പോൾ കണ്ടു, പ്ലസ് ലിമിറ്റ് എഫ് ഓഫ് എക്സ് എൻ എല്ലാണ് നമ്മൾ ഓൾറെഡി മോളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് എഫ് ഓഫ് യു എന്ന് പറയുന്നത് എല്ലാം തന്നെയാണെന്ന് മനസ്സിലായി. അതായത് എയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഏത് സീക്വൻസ് ഓപ്പൺ ഇൻ്റർവെൽ എ ബിന്ന് എടുത്താലും അതിൻ്റെ ലിമിറ്റ് എഫ് ഓഫ് എന്ന് പറയുന്നത് എല്ലാം തന്നെയാണ്. സോ നമുക്ക് എ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ഇമേജ് ആയിട്ട് ഈ പറഞ്ഞ ലിമിറ്റിനെ നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് ഡിഫൈൻ എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ്. അതായത് എയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഏതൊരു സീക്വൻസ് വേണമെങ്കിലും എടുക്കാമെന്നാണല്ലോ.
അപ്പോൾ നമ്മൾ എക്സ് ടെൻഡിങ് ടു എ ആയിട്ട് കൺസിഡർ ചെയ്തു. അതാണ് ആ സീക്വൻസ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എയിൽ എഫ് ഓഫ് എക്സ് നിങ്ങൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും എന്തായിട്ട് കിട്ടുന്നുള്ളൂ, എല്ലായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു വാല്യൂ ആയിട്ട് നമ്മൾ എഫ് ഓഫ് എ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്ലിയർലി വെൽ ഡിഫൈൻഡ്. സോ ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ. അതായത് ഇവിടെ നമുക്ക് ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് മാത്രമേ നോക്കാനുള്ളൂ. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിലുള്ള റൈറ്റ് ഹാൻഡ് ലിമിറ്റും എ എന്ന് പറയുന്ന പോയിന്റിലുള്ള ഫംഗ്ഷൻ വാല്യൂവും ഈക്വൽ ആകുകയാണെങ്കിൽ ആ പോയിന്റിൽ കണ്ടിന്യൂറ്റി ഓട്ടോമാറ്റിക്കലി കിട്ടും. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ നമുക്കിവിടെ ഫംഗ്ഷനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സിമിലർലി ഇതേ ഒരു ഐഡിയയിൽ ബി എന്ന് പറയുന്ന പോയിന്റിലും നമുക്ക് ഫംഗ്ഷനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ബൈ സെറ്റിംഗ് എഫ് ഓഫ് ബി ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ബി എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇപ്പോൾ എന്ത് കിട്ടി? എഫിന് ഒരു കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ കിട്ടി. എവിടേക്ക്? ക്ലോസ് ഇൻ്റർവൽ എ ബിയിലേക്ക്. എങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് തന്നെയാണ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി. എയിൽ എന്തായിട്ട് സെറ്റ് ചെയ്തു? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് ആയിട്ടും ബിയിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ബി എഫ് ഓഫ് എക്സ് ആയിട്ടും സെറ്റ് ചെയ്തു. ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് എക്സ്റ്റൻഷനാണ് ക്ലോസ് ഇൻ്റർവൽ എ ബിയിലേക്ക്. ഓക്കെ, ഇനി കോൺവേഴ്സ്ലി നമ്മൾ സപ്പോസ് ചെയ്തു സ്മോൾ എഫിന് ഒരു കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ഉണ്ട് ക്യാപിറ്റൽ എഫ് ഓൺ ക്ലോസ് ഇൻ്റർവൽ എ ബി എന്ന് നമ്മൾ സപ്പോസ് ചെയ്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എ എന്നാണ്. ഓക്കെ, അപ്പോൾ സ്മോൾ എഫിൻ്റെ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ നമ്മൾ ക്യാപിറ്റൽ എഫ് എന്ന് വിളിച്ചു. അത് ക്ലോസ് ഇൻ്റർവൽ എ ബിയിലായതുകൊണ്ട് ക്ലിയർലി ഇറ്റ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് അല്ലേ, ബൈ യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം. അപ്പോൾ ക്യാപിറ്റൽ എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ ഓഫ് കോഴ്സ് അത് ഓപ്പൺ ഇൻ്റർവൽ എ ബിയിലും യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. പക്ഷേ ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് സ്മോൾ എഫ് തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്മോൾ എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബിന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രൂഫ് ഓഫ് ദ തിയറം. Next we have an example. Consider the function f of x equal to x into sin 1 by x on open 0 closed b for any b greater than 0. This function is actually uniformly continuous on this domain. Okay, നമുക്കറിയാം ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. ഇത് ഡിഫൈൻഡ് അല്ലാത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഡൊമൈനിൽ 0 അല്ലാത്തതുകൊണ്ട് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. പക്ഷേ നമ്മുടെ ഡൊമൈൻ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആണ്, പക്ഷേ ക്ലോസ്ഡ് അല്ല. എന്നിരുന്നിട്ടും ഇവിടെ യൂണിഫോം കണ്ടിന്യൂറ്റി കിട്ടിയിട്ടുണ്ട്. കാരണം തൊട്ടുമുകളത്തെ തിയറമാണ്. അതായത് നമുക്കിവിടെ 0യിലേക്ക് ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് എക്സ്റ്റൻഷൻ കൊടുക്കാനായിട്ട് പറ്റും ബൈ സെറ്റിംഗ് എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് ഇൻറ്റു സൈൻ 1 ബൈ എക്സ്. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അത് സ്ക്വീസ് തിയറം യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് 0 ആണ് നമുക്ക് കിട്ടും. സോ എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു 0 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഓൺ ക്ലോസ് ഇൻ്റർവൽ 0 ബിയിലേക്ക്. അതുകൊണ്ട് ബൈ ദ എബവ് തിയറം നമുക്ക് എന്ത് പറയാം? ഈ ഫംഗ്ഷൻ തന്നിട്ടുള്ള ഡൊമൈനിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, താങ്ക് യു.